ഇവിടെ ഹെരോദാവ് യോഹന്നാനെ കൊന്നു. പക്ഷെ യോഹന്നാന്റെ ശബ്ദം അവനെ വിട്ടിട്ടില്ല. ദൈവം മനുഷ്യന്റെ ഉള്ളിൽ സാക്ഷിയെ വെച്ചിരിക്കുന്നു. അതാണ് മനസാക്ഷി എന്ന് പറയുന്നത്. നമുക്ക് ആളുകളെ കളിപ്പിക്കാം, ആളുകളെ വഞ്ചിക്കാം, ആളുകളെ ഉപദ്രവിക്കാം, ആളുകളെ ദ്രോഹിക്കാം. പക്ഷെ നമ്മൾ ഒരു സത്യം അറിയണം, നമുക്ക് മധ്യത്തിൽ നമ്മുടെ ഉള്ളിൽ വേറൊരു സാക്ഷിയുണ്ട്. നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളും ചാർച്ചക്കാരും അയൽവാസികളും അസന്മാരും വിശ്വാസികളും വിശ്വന്മാരും കന്യാസ്ത്രീകളും മാത്രമല്ല നമ്മുടെ സാക്ഷികൾ. അതിനപ്പുറത്ത് നമ്മുടെ ഉള്ളം മൊത്തം അറിയുന്ന വേറൊരു സാക്ഷിയുണ്ട്. അവന്റെ പേരാണ് മനസാക്ഷി. ആ മനസാക്ഷി ഒരിക്കലും മരിക്കുന്നില്ല. ഇവിടെ ഹെരോദാവ് യോഹന്നാനെ കൊന്നു, പക്ഷേ യോഹന്നാന്റെ ശബ്ദം അവനെ വിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചില ശബ്ദങ്ങൾ മരിച്ചാലും എന്ത് ചെയ്യും? സംസാരിക്കും എന്നൊരു പഠിപ്പീരാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഹാബേലിന്റെ രക്തം സംസാരിച്ചു. നമ്മളത് കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? പ്രവാചകന്മാരുടെ രക്തം സംസാരിച്ചു. കേട്ടിട്ടുണ്ടോ? യേശു ക്രിസ്തുവിന്റെ ശബ്ദം, ക്രൂശിലെ രക്തത്തിന്റെ ശബ്ദം, ക്രൂശ് സംസാരിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, എബ്രായ ലേഖന കർത്താവ് പറയുന്നത് പോലെ 12-ാം അധ്യായത്തിൽ 24-ാം വചനം പറയുന്നത് പോലെ യേശുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി ശ്രേഷ്ഠമായി സംസാരിക്കുന്നു. അപ്പൊ ഈ രക്തം എന്ന് പറയുന്നത് സംസാരിക്കുന്നു എന്നൊരു ശബ്ദമാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, ചില ശബ്ദങ്ങൾ മരിച്ചാലും എന്ത് ചെയ്യും? സംസാരിക്കും. ഭൗതികമായി ഒരാളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കാം, ഒരാളെ നമുക്ക് നശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ ഒരു സത്യം ഇവിടെ വെളിപ്പെടുത്തുന്നു. നീതിമാന്മാരായി ജീവിക്കുന്നവർ, സത്യത്തിനു വേണ്ടി ജീവിക്കുന്നവർ, അവർ ഉയർത്തിയ സത്യത്തിന്റെയോ നീതിയുടെയോ ശബ്ദത്തെ കൊന്നു കളയാൻ കഴിയില്ല എന്ന ഒരു ശബ്ദം ഇവിടെ വ്യക്തമാക്കുക. ഓക്കെ, ഹെരോദാവും യോഹന്നാന്റെ ശബ്ദവും എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. യോഹന്നാൻ സ്നാപകൻ ഹെരോദാവ് രാജാവിന്റെ തെറ്റായ ജീവിതത്തെ, അധർമ്മത്തെ ഇവിടെ പരസ്യമായി ശാസിക്കുകയാണ്. എന്താ ഹെരോദാവ് ചെയ്ത തെറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തന്റെ സ്വന്തം സഹോദരന്റെ ഭാര്യയെ വെച്ചു പുലർത്തി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് യോഹന്നാൻ സ്നാപകൻ ശക്തമായിട്ട് അതിനെ പരസ്യമായി അരമനയ്ക്കകത്ത് കടന്നു വന്ന് അത്രയും മഹാജനത്തിന്റെ നടുവിൽ ശക്തമായി സംസാരിച്ചു, ശാസിച്ചു എന്നാണ് വചനം പറയും. തന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് യോഹന്നാന്റെ തലയറുക്കാൻ ആര് കൽപ്പിച്ചു? അന്നത്തെ അന്തിപ്പാസ് ഹെരോദാവ് കൽപ്പിച്ചു എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. യോഹന്നാൻ മരിച്ചു, എന്നാൽ യോഹന്നാന്റെ ശബ്ദം ഹെരോദാവിന്റെ മനസ്സാക്ഷ്യം വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സത്യമുണ്ട്. നമ്മൾ ഒരു മനുഷ്യനാണോ? നമ്മുടെ ഉള്ളിൽ സത്യമുണ്ടോ? നീതിയുണ്ടോ? ധാർമ്മികതയുണ്ടോ? നല്ല നടപ്പുണ്ടോ? അതിന് വിരോധമായി ഈ ലോകത്തിലെ മനുഷ്യർ എത്ര തന്നെ എതിരായി നിന്ന് സംസാരിച്ചാൽ ഒരു സത്യം വിളിച്ചു പറയുന്നു. നമ്മുടെ ഉള്ളിലുള്ള സത്യം, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ തിടുക്കം, ധാർമ്മികത, നല്ല നടപ്പ്, അത് മറ്റുള്ളവരെ വേട്ടയാടും എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കും. അപ്പൊ യോഹന്നാന്റെ ശബ്ദം ഹെരോദാവിന്റെ മനസ്സാക്ഷി എന്ത് ചെയ്തു? വേട്ടയാടിക്കൊണ്ടേയിരുന്നു. നോക്കണേ, പിന്നീട് യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നത് കേട്ടപ്പോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഭയന്നു വിറച്ചുകൊണ്ട് ഹെരോദാവ് പറയുന്ന ബൈബിളിലെ മറ്റൊരു പദമുണ്ട്. ഒന്ന് ഉറക്കെ വായിക്കാമോ? മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 16-ാം വചനം. തന്നെ വേട്ടയാടിയ ആ ശബ്ദം എന്താണ്? യോഹന്നാനെ കൊല്ലാൻ അവന് കഴിഞ്ഞുള്ളൂ. പക്ഷേ യോഹന്നാന്റെ ശബ്ദം തന്നെ വെറുതെ വിട്ടില്ല. ആ നീതിയുടെ ശബ്ദം, നല്ല നടപ്പിന്റെ ശബ്ദം, ധാർമ്മികതയുടെ ശബ്ദം, സത്യത്തിന്റെ ശബ്ദം തന്നെ വേട്ടയാടി. ഈ രാത്രി കേൾക്കൂ പ്രിയ സ്നേഹിത, ആത്മനിയോഗത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ ആരാധനയ്ക്കും നിന്റെ വിശുദ്ധ ജീവിതത്തിനും നിന്റെ നല്ല നടപ്പിനും വിരോധമായി ആരെങ്കിലും എന്തെങ്കിലും എതിരായി സംസാരിച്ചാൽ, പ്രവർത്തിച്ചാൽ, യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നു, അത് വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നുള്ളത്. ഇവിടെ നോക്കുക, ഈ അന്തിപ്പാസ് എന്ന് പറയുന്ന ഈ ഹെരോദാവ്, ഈ മനുഷ്യൻ പറയുന്ന ഒരു പദമുണ്ട്.
ഞാൻ തലയറുത്ത യോഹന്നാൻ ഇതാ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നോക്കണം, വലിയ ഞെട്ടലോടെ ഭയന്നു പറച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. മർക്കോസ് സുവിശേഷകൻ അത് വ്യക്തമായി തന്റെ വാമൊഴിയായി വന്ന ആ ശബ്ദം മർക്കോസ് സുവിശേഷകൻ 6-ാം അധ്യായം 16-ാം വചനത്തിൽ അത് വ്യക്തമാക്കി പറയുക. ഇന്ന് രാത്രി കേൾക്കണമേ പ്രിയരെ, ലോകം എത്ര വലിയ പുരോഗമിച്ചാലും മനുഷ്യന്റെ മനസാക്ഷിയെ വേദനിപ്പിച്ചാൽ, മനുഷ്യന്റെ മനസാക്ഷിയെ ദുഃഖത്തിലാക്കിയാൽ, വേദനിപ്പിക്കുന്നവന്റെ അവസ്ഥ വലിയ അധോഗതിയുടെ അവസ്ഥയിലേക്ക് മാറുമെന്ന ഒരു സത്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ശുദ്ധകരങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നോക്കണേ, ഇവിടെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് പ്രിയരെ. സത്യത്തിന്റെ ശബ്ദത്തെ വാളുകൊണ്ടോ ജയിൽ കൊണ്ടോ നിശബ്ദമാക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നു. ഭാവിയുടെ മനസാക്ഷിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഭയവും കുറ്റബോധവും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇതുപോലെ ഒരുപാട് ശബ്ദങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ഹാബേലിന്റെ രക്തം, ബൈബിൾ എന്താ പറയുന്നത്? ഹാബേലിന്റെ രക്തം സംസാരിക്കുന്നു. മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകമായിരുന്നു. കയീൻ തന്റെ അന്യനായ ഹാബേലിനെ കൊന്നു. ആരും കാണാതെയാണ് കൊന്നത്, രഹസ്യമായാണ് കൊന്നത്. എന്നാൽ ഒരു കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നു, ആരും കണ്ടില്ല, രഹസ്യമാണെന്ന് അവൻ കരുതിയെങ്കിലും സ്വർഗത്തിലെ ദൈവം അങ്ങ് മാറി നിന്നില്ല. ദൈവം കയീനോട് ചോദിച്ചു, ഹല്ലേലൂയ, നീ എന്താണ് ചെയ്തത്? നിന്റെ അനിയന്റെ രക്തത്തിന്റെ ശബ്ദം നിലത്ത് നിന്ന് എന്നോട് നിലവിളിക്കുന്നു. നിലത്ത് നിന്ന് അനിയന്റെ ശബ്ദം എന്നോട് നിലവിളിക്കുന്നു. അങ്ങനെയല്ലേ ഉൽപ്പത്തി 4:10 പറയുന്നത്. അപ്പം അനീതിക്കിരയാകുന്നവരുടെ ശബ്ദം ഭൂമിയിൽ ഒടുങ്ങിപ്പോകുന്നില്ല. നീതി നടപ്പാക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അത് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. രാത്രി എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലായി? അതുകൊണ്ട് എന്റെ പ്രിയ സ്നേഹിതരെ, ദൈവത്തിന്റെ ദാസന്മാരെ നമ്മൾ നിമിത്തം ആരെയും ഒന്ന് വേദനിപ്പിച്ചേക്കരുത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ. നമുക്ക് പണി അറിയത്തില്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കി അങ്ങ് ജീവിച്ചോണം. ഇല്ലെങ്കിൽ നമ്മൾ നിമിത്തം ആരെങ്കിലും ഹൃദയത്തിൽ വേദന ഉണ്ടെങ്കിൽ ആ വേദനയുടെയും ശബ്ദം നിലവിളിക്കുമെന്നൊരു സത്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ഒരു പക്ഷേ നമുക്കറിയത്തില്ല, നമ്മുടെ തലമുറയ്ക്കായിരിക്കും അത് ക്ഷീണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ പല പ്രിയപ്പെട്ടവർക്കുമായിരിക്കും അതിന്റെ ക്ഷീണം. അതുകൊണ്ട് നമ്മൾ നിമിത്തം ആരുടെയും ജീവിതത്തെ വേദനിപ്പിച്ചു പോകരുത്. ആരുടെയും കുടുംബത്തിലേക്ക് കടന്നു ചെല്ലരുത്. ആരുടെയും തലമുറയെ വേദനിപ്പിക്കരുത്. ആരുടെയും വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വേദനിപ്പിക്കുന്ന പ്രവർത്തികളുമായി കടന്നു വരരുതെന്നൊരു മുന്നറിയിപ്പ് ഇവിടെ നൽകിയ. അനീതിക്ക് ഇരയാക്കുന്നവരുടെ ശബ്ദം എന്ത് ചെയ്യുന്നില്ല? ഭൂമിയിൽ ഒടുങ്ങിപ്പോകുന്നില്ല എന്ന് പറയിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ രക്തം, പഴയ നിയമകാലം മുതൽ നിങ്ങൾ പഠിക്കൂ. യെശയ്യാവിന്റെ പുസ്തകത്തിൽ, ജെറമ്യാവിന്റെ പുസ്തകത്തിൽ, സെക്കര്യാവിന്റെ പുസ്തകത്തിൽ പ്രവാചകന്മാരെ ദൈവജനവും ഭരണാധികാരികളും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാ പറയുന്നത്. കേവലം സാധാരണക്കാരല്ല, ഭരണാധികാരികൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, വരും തലമുറകൾക്ക് അവരുടെ പ്രവചനങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പ്രവാചകന്മാരെ ഇല്ലാതാക്കിയ ഒരു അനുഭവം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും വാക്കുകളും ഇന്നും ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്നു. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ബൈബിൾ ഇല്ലാതാക്കാൻ ഒരുപാട് പേര് പരിശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ചരിത്രങ്ങളുണ്ട് നമ്മുടെ ഈ ലോക. സ്വർഗത്തിലെ ദൈവം ഇന്നും ജീവിക്കുന്നു, അവന്റെ വചനം ജീവിക്കുന്നു എന്നൊരു സത്യമാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ ഇടയായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ദൂതും വഹിക്കുന്നവർ കൊല്ലപ്പെട്ടാലും അവർ വിതറിയ ദൈവവചന തലമുറകളിലൂടെ ജീവനോടെ സംസാരിച്ചു കൊണ്ടിരിക്കും. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്, തലമുറകളിലൂടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ മുഴങ്ങിയ ശബ്ദം എന്താണ്? യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ അവിടുത്തെ ശത്രുക്കൾ കരുതിയത് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രസംഗങ്ങളും യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും അവസാനിച്ചു എന്നാണ്.
എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് പ്രിയരെ? കേൾക്കൂ. ക്രൂശിലെ മരണം ക്രിസ്തുവിന്റെ ശബ്ദത്തെ ലോകമെമ്പാടും എത്തിക്കുകയാണ് ചെയ്തത്. ക്രൂശിലെ മരണം ക്രിസ്തുവിന്റെ ശബ്ദത്തെ ലോകമെമ്പാടും എത്തിക്കുകയാണ് ഉണ്ടായത്. കേൾക്കൂ സ്നേഹിത, ക്രൂശിൽ നിന്ന് ഉയരുന്ന ആ ശബ്ദം ഇന്നും ലോകത്തോട് സംസാരിക്കുന്നു. ഇന്ന് ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിന്റെ പിന്നിൽ അവൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മുഴങ്ങിയ ക്രിസ്തുനാഥന്റെ ശബ്ദമായതുകൊണ്ടാണ്. ജീവിക്കുന്ന ശബ്ദം, ക്ഷമയുടെ ശബ്ദം, രക്ഷയുടെ ശബ്ദം. എന്താണ് ക്ഷമയുടെ ശബ്ദം? അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ക്ഷമയുടെ ശബ്ദം അങ്ങ് ക്രൂശിൽ മുഴങ്ങുന്നു. എന്താണ് രക്ഷയുടെ ശബ്ദം? എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് തന്റെ ആത്മാവിനെ ദൈവത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. തിരുവെടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 12:24 ക്രിസ്തുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ, എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട്, ക്രിസ്തുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായത് സംസാരിക്കുന്നു. അതെ, രക്ഷയുടെ ശബ്ദം മുഴങ്ങുകയാണ്, ക്ഷമയുടെ ശബ്ദം മുഴങ്ങിയാണ്. ഈ രാത്രി ഒരുമനപ്പെട്ട ആ നല്ല ശബ്ദത്തിന് സാക്ഷ്യം വഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ! രക്ഷയുടെ ശബ്ദം, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശബ്ദം പാപമോചനം നൽകുന്നു. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശബ്ദം സമാധാനം നൽകുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് പാപമോചനം ലഭിച്ചു കഴിഞ്ഞു? എത്ര പേർക്ക് സമാധാനം ലഭിച്ചു കഴിഞ്ഞു? യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ രക്ഷിക്കുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. ഭൗതികമായ ശരീരം മണ്ണടിയാം, എന്നാൽ ദൈവികമായ സത്യത്തിനു വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യന്റെ സാക്ഷ്യവും ശബ്ദവും ഒരിക്കലും മരിക്കുന്നില്ല. എല്ലാവരും വിളിച്ചു പറഞ്ഞാട്ട്, നാം ആയിരിക്കുന്ന സ്ഥലത്ത്, നാം ആയിരിക്കുന്ന ദേശത്ത് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ദൈവവൈതലേ, നിന്റെ സാക്ഷ്യവും നിന്റെ ശബ്ദവും ഒരിക്കലും മരിക്കുന്നില്ല. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടതെന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇന്ന് രാത്രി ദൈവവൈതലേ, എന്റെ നിങ്ങളുടെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണം. നമ്മൾ ഭൂമിയിൽ ജീവിച്ച് തീർത്തതിനു ശേഷം നമ്മൾ ചെയ്ത നന്മകൾ, നമ്മൾ ജീവിച്ച വിശുദ്ധ ജീവിതം മറ്റുള്ളവരുടെ ഉള്ളിൽ സംസാരിച്ചു കൊണ്ടിരിക്കും എന്നിവിടെ വചനം പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ നീതി, ഈ ലോകത്തിലെ ഒരു അനീതിയും ദൈവത്തിന്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്നില്ല പ്രിയരെ. അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദം, ഹല്ലേലൂയ, ഒതുക്കപ്പെട്ടവരുടെ ശബ്ദം, മൗനമായിരിക്കുന്നവരുടെ ശബ്ദം ദൈവസന്നിധിയിൽ എപ്പോഴും ജീവനുള്ളതാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ തുലിച്ചാണ്ടോ? ഹല്ലേലൂയ. ഹെരോദാവിന് യോഹന്നാന്റെ തലവെട്ടാൻ കഴിഞ്ഞു, എന്നാൽ യോഹന്നാൻ പ്രഖ്യാപിച്ച ദൈവരാജ്യത്തിന്റെ സത്യത്തെ വെട്ടി മാറ്റാൻ കഴിഞ്ഞില്ല. അത് ഇന്നും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് മനുഷ്യ ഹൃദയങ്ങൾ സംസാരിക്കുന്നു. എനിക്ക് ഈ സ്നാപയോഹന്നാനെ കുറിച്ചൊന്നും പ്രസംഗിച്ചില്ലെങ്കിൽ അമ്മ സമാധാനം കിട്ടത്തില്ല. അങ്ങനെ പറയാൻ കാര്യം, കാരണം യേശു ക്രിസ്തുവിന് വഴികാട്ടിയായി മുന്നോടിയായി മാറിത്തീർന്ന, ഈ രക്തസാക്ഷിയായി തീർന്ന ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി, ലോക ജനതയ്ക്ക് വേണ്ടി ആദ്യത്തെ രക്തസാക്ഷി എന്ന് പുതിയ നിയമം വിളിച്ചപേക്ഷിക്കുന്ന രക്തസാക്ഷിയായ സ്നാപയോഹന്നാനെ കുറിച്ച് ഒന്ന് നിന്ന് ചിന്തിച്ച് സ്തോത്രം ചെയ്യണം. ഇവിടെ യോഹന്നാൻ സ്നാപകന്റെ ധൈര്യം ശ്രദ്ധിക്കുക. നിനക്ക് അവളെ ഭാര്യയായി വെച്ചുകൊള്ളുന്നത് നീതിയല്ല. സഹോദരന്റെ ഭാര്യയെ നീ ചേർത്ത് വെക്കുന്നത് നീതിയല്ല എന്ന് പറയുന്ന യോഹന്നാന്റെ ധൈര്യം, ഈ ഒറ്റ വാക്ക് യോഹന്നാന്റെ മഹത്വമാണ് കാണിക്കുന്നത്. വാസ്തവത്തിൽ യോഹന്നാൻ ആരായിരുന്നു? മരുഭൂമിയിലെ ശബ്ദമായിരുന്നു. യോഹന്നാൻ ആരായിരുന്നു? ഏലിയാവിന്റെ ആത്മാവിൽ വന്നവനായിരുന്നു. യോഹന്നാൻ ആരായിരുന്നു? യേശു ക്രിസ്തുവിന്റെ വഴി ഒരുക്കിയവനായിരുന്നു. യോഹന്നാൻ ആരായിരുന്നു? മാനസാന്തരത്തിന്റെ പ്രവാചകനായിരുന്നു. ഹല്ലേലൂയ. അവൻ രാജാവിനെ ഭയപ്പെട്ടില്ല.
ഇന്ന് രാത്രി മനസ്സിലാക്കണം, നമ്മളെ ഇടയിൽ ഇന്ന് എത്ര പേര് യോഹന്നാനെ പോലെ പ്രസംഗിക്കുന്നുണ്ട്. യോഹന്നാനെ പോലെ പ്രസംഗിച്ചാൽ പലരും ഈ പ്ലാറ്റ്ഫോമിൽ കാണത്തില്ല. ആളുകളുടെ എണ്ണം കുറയും. ജനപ്രിയത നഷ്ടമാകാൻ പാടില്ല, സംഭാവന കുറയാൻ പാടില്ല, ആളുകൾ ഗോപിക്കാൻ പാടില്ല. അതുകൊണ്ട് പ്രസംഗകരൊക്കെ അങ്ങ് മയത്തില ഇന്നത്തെ പ്രസംഗർ പോകുന്നത്. എന്നാൽ ഇന്ന് രാത്രി യോഹന്നാനെ ശ്രദ്ധിച്ചു. സത്യം പറയാൻ ജീവൻ പോലും വിട്ടു എന്നാണ് പഠിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടെ എല്ലാവരും ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താട്ട് യോഹന്നാന്റെ ധൈര്യം ശ്രദ്ധിച്ചു കേൾക്കു പ്രിയരെ. നിനക്ക് അവളെ ഭാര്യയായി വെച്ചുകൊള്ളുന്നത് നീതിയല്ല. ഹെരോദ രാജാവിനോട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്ക് എത്ര ശ്രദ്ധേയമാണ്. ഈ ഒറ്റ വരിയിൽ അടങ്ങിയിട്ടുണ്ട് യോഹന്നാൻ എന്ന പ്രവാചകന്റെ ആത്മവീര്യം, ദൈവത്തിലുള്ള വിശ്വാസം. അധികാരത്തിന്റെ മുകളിൽ നിൽക്കുന്ന രാജാവിനോട് അവന്റെ മുഖത്തു നോക്കി തെറ്റിനെ തെറ്റെന്ന് വിളിച്ചു പറയാൻ കാണിച്ച ആ ധൈര്യമാണ് യോഹന്നാനെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വ്യക്തിത്വമാക്കുന്നത്. ശുദ്ധകരങ്ങളുടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഇവിടെ ശ്രദ്ധിക്കും പ്രിയരെ, യോഹന്നാൻ മരുഭൂമിയിലെ ശബ്ദം, ആഡംബരങ്ങളോ കൊട്ടാര സൗകര്യങ്ങളോ യോഹന്നാനെ ആകർഷിച്ചിട്ടില്ല. ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് തോൽവാറണിഞ്ഞ് കാട്ടുതേനും വെട്ടുക്കിളിയും ഭക്ഷിച്ച് ഇതാ യോഹന്നാൻ യഹൂദിയിലെ മരുഭൂമിയിൽ കഴിഞ്ഞ ദിനങ്ങൾ. അവിടെ നിന്നാണ് അവൻ ജനതയോട് സംസാരിച്ചത്. ഇത് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ആ യോഹന്നാൻ ജീവനോട് ഇരുന്ന് ചെയ്ത ആ ഭാഗത്തേക്കൊന്ന് മനസ്സുകൊണ്ട് കടന്നു വരണം. അവൻ ഒരു വെറും ശബ്ദമായിരുന്നില്ല, ദൈവത്തിന്റെ അരുളപ്പാടായിരുന്നു. കേൾക്കൂ പ്രിയരെ, ഏലിയാവിന്റെ ആത്മാവിൽ വന്നവൻ. പഴയ നിയമത്തിൽ അതിശക്തനായ പ്രവാചകനായിരുന്നു ഏലിയാവ്. രാജാക്കന്മാരുടെ തെറ്റുകളെ നിർഭയം ചോദ്യം ചെയ്ത ഏലിയാവിന്റെ അതേ ആത്മാവ് ഇസബേലിന്റെ മുഖത്ത് നോക്കി സംസാരിച്ച ഏലിയാവ്. അതിനെക്കാളും ശക്തിയോട് ഇതാ യോഹന്നാൻ ജനിച്ചു, യോഹന്നാൻ ജീവിച്ചു. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു യോഹന്നാനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ, എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. യേശു ക്രിസ്തുവിന്റെ വഴിയൊരുക്കിയവൻ, യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് തൊട്ടു മുമ്പ് ജനങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുക എന്നതായിരുന്നു യോഹന്നാന്റെ ദൗത്യം. ജനങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുക. അവൻ വഴികാട്ടിയായിരുന്നു. തന്നിലേക്ക് ആളുകൾ ആകർഷിക്കുന്നതിന് പകരം യോഹന്നാൻ പറയുന്നു, ഞാനോ കുറയണം, എന്നിലെ യേശു ക്രിസ്തു വളരണം, എന്നിൽ ദൈവശക്തി വളരണം, എന്നിൽ ദൈവ കൃപ വളരണം. ഇതൊന്ന് നിന്ന് ചിന്തിക്കണം. ഇത് കുറച്ച് നോക്കൂ. മാനസാന്തരത്തിന്റെ പ്രവാചകൻ, വെറും ആചാരങ്ങൾക്കപ്പുറം ഹൃദയ പരിവർത്തനമാണ് ദൈവത്തിന് ആവശ്യമെന്ന് അവൻ പഠിപ്പിച്ചു. ആചാരങ്ങൾക്കും മതങ്ങൾക്കും മത സംവിധാനങ്ങൾക്കും അപ്പുറത്ത്, കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറത്ത് ഹൃദയ പരിവർത്തനമാണ് ദൈവത്തിന് ആവശ്യമെന്ന് അവൻ പഠിപ്പിച്ചു. കേൾക്കൂ പ്രിയരെ, പരീശന്മാരെ സദൂക്യരെ നോക്കിയിട്ട് അവൻ വിളിച്ചു പറഞ്ഞ് എന്താണ്? അനലി സന്തതികളെ എന്ന് വിളിച്ച് ശാസിച്ചവൻ, മാനസാന്തരത്തിന് തക്ക ഫലങ്ങൾ കായ്ക്കുവീനെന്ന് ആവശ്യപ്പെട്ടവൻ. ഇതിന് കേവലം ഈ ലോകത്തിലെ ശക്തി കൊണ്ട് കഴിയത്തില്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുടെ എരിവാണ്. ഇത് വികാരങ്ങളല്ല, ഇത് ജഡത്തിന്റെ മൂർധന്യമായ സ്വഭാവമല്ല. ഇത് ദൈവത്തെ കുറിച്ചുള്ള ജീവനുള്ള സത്യത്തിന്റെ ആത്മാവിന്റെ നിറവാണ് ഇവിടെ വെളിപ്പെടുന്നത്. അവൻ രാജാവിനെ ഭയപ്പെട്ടില്ല. യോഹന്നാന്റെ ധൈര്യം കേൾക്കു പ്രിയരെ, അതിന്റെ പരകോടിയ ലഭ്യത ഹെരോദ അന്തിപ്പാസ് രാജാവിന്റെ കൊട്ടാരത്തിലാണ്. അന്ന് കവലകൾ തോറും അനലി സന്തതികളെ എന്ന് പരീശന്മാരെ സദുക്യന്മാരെ വിളിച്ച യോഹന്നാൻ സ്നാപകൻ ഇപ്പോൾ കൂടുതൽ ശക്തിയും ധൈര്യവും പ്രാപിച്ച് രാജാവിന്റെ അരമനയിൽ കൊട്ടാരത്തിനകത്ത് വന്നിട്ട് പറയുകയാണ്, തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ
ഹെരോദ രാജാവ് അധർമ്മമായി സ്വന്തമാക്കി, ഇത് ന്യായപ്രമാണത്തിന് വിരുദ്ധമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവൻ. ഇത്ര ശബ്ദം ഉറക്കെ പ്രസംഗിക്കുമ്പോ ഉറങ്ങുന്നവരുണ്ടല്ലോ ഇതിനകത്ത്. ശ്രദ്ധിച്ചു കേൾക്കൂ പ്രിയരെ. സാധാരണക്കാർ രാജാക്കന്മാരുടെ പാപങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ്. സാധാരണക്കാർ രാജാക്കന്മാരുടെ പാപങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് പതിവ്. എന്നാൽ കേൾക്കണം, വാക്കു പിഴച്ച ശിരസ് അറുക്കപ്പെടും. എന്നാൽ യോഹന്നാൻ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളെയോ രാജാവിന്റെയോ വാളിനെ ഭയപ്പെട്ടില്ല. കേൾക്കൂ, അവളെ ഭാര്യയായി വെച്ചുകൊള്ളുന്നത് നീതിയല്ല എന്ന് അവൻ സധൈര്യം പ്രഖ്യാപിച്ചു. അധികാരികളുടെ മുന്നിൽ സത്യം വിളിച്ചു പറയുവാൻ അവൻ കാണിച്ച ആർജവം അവനെ തടവറയിലാക്കി. ഇന്ന് രാത്രി കേൾക്കൂ പ്രിയരെ, ഇന്നത്തെ ആധുനിക പ്രഭാഷകന്മാർ എങ്ങനെയാണ് യോഹന്നാന്റെ ജീവിതവും ഇന്നത്തെ കാലഘട്ടത്തിലെ ആത്മീയ സാമൂഹ്യ നേതാക്കളുടെ ഒരു കണ്ണാടിയായിട്ടല്ലേ കാണുന്നത്? പല പ്രഭാഷകന്മാരും പല പ്രവാചകന്മാരും യോഹന്നാന്റെ പാതയിൽ നിന്ന് എത്രയോ അകലെയാണ്. കേൾക്കൂ പ്രിയരെ, ഇന്നത്തെ പ്രഭാഷകന്മാർ ജനപ്രീതി നേടി പ്രസംഗിക്കുകയാണ്, ആൾക്കാർക്ക് കേൾക്കാൻ സുഖം. ഇന്ന് രാത്രി കേൾക്കൂ പ്രിയരെ, എത്ര പ്രഭാഷകന്മാരുണ്ട്, പക്ഷേ എല്ലാവർക്കും ജനപ്രീതിക്ക് വേണ്ടി പ്രസംഗിക്കുന്നു. ഇവിടെ പരിശുദ്ധാത്മാ പഠിപ്പിക്കുന്നു യോഹന്നാന്റെ മനോഭാവം സത്യം മാത്രം പറയുക, ജനങ്ങൾക്ക് അത് അപ്രിയമാണെങ്കിലും ദൈവഹിതം തുറന്നു പറയുക, സംഭാവന കുറയരുതെന്ന് ഇന്നത്തെ ആൾക്കാർ വിചാരിക്കുമ്പോൾ പണക്കാരും സ്വാധീനമുള്ളവരും പിണങ്ങിയാലും സഭയുടെയോ സംഘടനയുടെയോ ഫണ്ട് കുറയുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി വെമ്പൽ ഓടുന്നവർ, പണത്തോടും പദവികളോടുമായിട്ടുള്ള ആഗ്രഹവും അമിത ആകാംക്ഷയും കൊണ്ട് ഓടുന്നവർ, ആളുകളെ കൊണ്ട് ആളുകളെ കൊണ്ട് പരാതി പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ് തിന്മകളും തെറ്റായ രാഷ്ട്രീയ സാമൂഹ്യ പ്രവണതകൾക്കൊക്കെ തൊട്ടും തൊടാതെ സുരക്ഷിതമായി സംസാരിക്കുന്നവർ, എത്രത്തോളം തന്റുടമുണ്ട്, ചങ്കൂറ്റമുണ്ട്, നെഞ്ചുറപ്പുണ്ട്, യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്ന് പറയാൻ. എന്നാൽ ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്, ജീവിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ടെങ്കിൽ അത് സകല മനുഷ്യരുടെയും രക്ഷകനാണെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്. മത സംഘടനകൾ അവരവരുടെ വിശ്വാസവും പ്രമാണവും ഭക്തിയും മുറുകെ പിടിച്ചുകൊണ്ട് അവരവരുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടും വിശ്വാസവും ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഈ രാത്രി വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, യേശു ക്രിസ്തുവാണ് മാർഗവും സത്യവും ജീവനെന്ന് തിരിച്ചറിഞ്ഞവൻ അധികം പേര് കാണുകയില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവം ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ സ്തോത്രം ചെയ്താണ്ട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലൂടെ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്ട് യോഹന്നാന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സത്യം എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനുള്ളതല്ല. സത്യം എന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റാനുള്ളതല്ല. ഭയമില്ലായ്മയാണ് ഒരു യഥാർത്ഥ മനുഷ്യന്റെ ലക്ഷണം. എത്ര പേർക്ക് ഉള്ളിൽ ഭയമില്ല എന്ന് പറയാൻ പറ്റും? ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയപ്പെട്ട് ജീവിച്ചാൽ അടുത്ത ദിവസം ഇവിടുന്ന് ട്രെയിൻ കയറി പോകും. എന്നാൽ ഇവിടെ ജീവിക്കണമെങ്കിൽ ഭയം വേണ്ട, ഭയമില്ലാതെ ജീവിക്കണം. എന്തിനും ഏതിനും യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയാനുള്ള ധൈര്യമുള്ളവർക്ക് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് ആമേൻ സ്തോത്രം ചെയ്യാൻ കഴിയും? നമ്മുടെ അയൽവാസികളിലേക്ക് ഒന്ന് കടന്നു ചെല്ലും, യേശു ക്രിസ്തു ദൈവമാണെന്നും ജീവിത സ്വഭാവം കാണിച്ചുകൊണ്ട് വാക്കുകളിലും പ്രവൃത്തിയിലൂടെ മുന്നോട്ട് വരാൻ കഴിഞ്ഞാൽ നാളെ അവർ നമ്മുടെ ശത്രുക്കളായി മാറും. ഹല്ലേലൂയ. എവിടെ തല പോയാലും നീതിക്ക് വേണ്ടി നിലകൊണ്ട യോഹന്നാന്റെ ധൈര്യം ഇന്ന് രാത്രി നമുക്ക് വെല്ലുവിളിയും ഒരു പ്രചോദനമാണ്. വിശ്വസിക്കുന്ന രാമമ്പർ ദൈവത്തെ സ്തുതിച്ചാണ്. കേൾക്കൂ പ്രിയരെ, യോഹന്നാന്റെ സന്ദേശം അവൻ വിളിച്ചു പറഞ്ഞു, പാപം പാപമാണ്, വ്യഭിചാരം തെറ്റാണ്, രാജാവിന് ദൈവ നിയമം ബാധകമാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ദാസനായ യോഹന്നാന്റെ അഭിഷേകം എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ഉയരമല്ല പ്രിയരെ. യോഹന്നാന്റെ അഭിഷേകം എന്ന് പറയുന്നത് വികാരത്തിന്റെ ചൂടല്ല പ്രിയരെ. യോഹന്നാന്റെ അഭിഷേകം എന്ന് പറയുന്നത് ജനക്കൂട്ടത്തിന്റെ കയ്യടിയല്ല പ്രിയരെ. യോഹന്നാന്റെ അഭിഷേകം എന്ന് പറയുന്നത് സത്യം പറയാനുള്ള ആത്മീയ തീയാണ്. ഞാനിത് പറയുമ്പോൾ ദൈവ സാന്നിധ്യം വീണ്ടെടുക്കണമേ. എല്ലാവരും ദൈവശക്തിയിലേക്കൊന്ന് കുതിച്ചുയരണമേ.
പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രി ഏറ്റെടുക്കണമേ. കേവലം ഒരു പ്രസംഗം കേട്ട് അല്പത്തിന് നിമിഷം കഴിയുമ്പോൾ ആശീർവാദം പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. നമുക്ക് സത്യം പറയാനുള്ള ഒരു ധൈര്യം കിട്ടാൻ പ്രാർത്ഥിച്ചാണ്ട്, അഭിഷേകത്തോട് നിൽക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്ട്, ഇരുട്ട് വെളിച്ചത്തെ സ്നേഹിക്കില്ല പ്രിയരെ. ദോഷം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തെ ദോഷിച്ചു കൊണ്ടിരിക്കും. ഇന്ന് രാത്രി കേൾക്കും, ഹെരോദ്യാസിന്റെ ആത്മാവ് ഇന്നുമുണ്ട്. സത്യപ്രസംഗത്തെ ആക്രമിക്കുന്ന ആത്മാവ്, ദൈവജനത്തെ അപമാനിക്കുന്ന ആത്മാവ്, ഹെരോദ്യാസിന്റെ ആത്മാവിന്റെ പ്രകടനങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അവർ ഒരിക്കലും നീതിക്ക് വേണ്ടി നിൽക്കത്തില്ല. സത്യത്തിനെതിരെയുള്ള ആധുനിക പോരാട്ടം ഇന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 20-ാം വാക്യം വ്യക്തമായി പറയുന്നുണ്ട്, ദോഷം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തെ എന്ത് ചെയ്യുന്നു? ദോഷിക്കുന്നു. തന്റെ പ്രവർത്തികൾക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് അവൻ വരുന്നില്ല. അവർക്ക് ഇരുട്ടായി ഇഷ്ടമാണ്. അവർക്ക് മറഞ്ഞിരുന്ന് ഒളിച്ചിരുന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമാണ് ഇഷ്ടം. അവർക്ക് പുറത്തു വരാൻ ഇഷ്ടമല്ല. അവർക്ക് കവലയിൽ പ്രസംഗിക്കാൻ ഇഷ്ടമല്ല. അവർ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ ഇഷ്ടമല്ല. ഉറക്കെ കല്ലേലിയ പോലും പറയുന്നത് അവർക്ക് ശ്വാസം മുട്ടലാണ്. കാരണം എന്തോ ഒരു അപകർഷത ബോധം പോലെ തോന്നുന്നത്. ഇന്ന് രാത്രി കേൾക്കൂ, യോഹന്നാൻ സ്നാപകന്റെ ചിറച്ചിറക്കാൻ കാരണക്കാരിയായ ഹെരോദിയാസ് കേവലം ഒരു ചരിത്രത്തിലെ വ്യക്തി മാത്രമല്ല. വചനം പഠിക്കുന്നു. ഹെരോദിയാസിന്റെ അവസ്ഥ, ഹെരോദാവിന്റെ പത്നി ഹെരോദിയാസ്, അവൾ ഒരു വിശേഷപ്പെട്ട ആത്മാവിന്റെ ചിത്രമാണ്. കേൾക്കൂ, വെളിച്ചത്തെ വെറുക്കുന്ന ആത്മാവ്, ഇരുട്ടിനെ സ്നേഹിക്കുന്ന ആത്മാവ്, ആ ഹെരോദിയാസിന്റെ ആത്മാവ് ഇന്ന് സമൂഹത്തിലും ആത്മീയ മണ്ഡലത്തിലും സജീവമാണ്. ഹെരോദാസിന്റെ മനോഭാവം മനസ്സിലാക്കൂ പ്രിയരെ. ഇവിടെ അവൾ ഹെരോദ രാജാവിന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യയാണ്. ആഡംബരത്തിന്റെ അധികാരത്തിനും വേണ്ടി അവൾ സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് ഹെരോദ രാജാവിനോടൊപ്പം ജീവിക്കുന്നു. കേൾക്കണം ദൈവമക്കളെ, വളരെ വലിയ സത്യത്തിലേക്ക് നീങ്ങാൻ പോകുകയാണ്. എല്ലാവരും അല്പ നിമിഷങ്ങളിലൂടെ എന്റെ കൂടെ വരണം. അതിമഹത്തായ സത്യത്തിലേക്ക് പോകാൻ പോകുകയാണ്. ഇവിടെ യോഹന്നാനെ കൊല്ലാൻ അവൾ നിരന്തരം അവസരം പാർത്തിരുന്നു എന്നാണ്. ഒടുവിൽ നൃത്തം ചെയ്ത് രാജാവിനെ പ്രസാദിപ്പിച്ച മകളെ മുൻനിർത്തി ഒരു താലത്തിൽ യോഹന്നാന്റെ തല ചോദിച്ചു വാങ്ങാൻ തക്കവണ്ണം ക്രൂരമായി മാറി അവളുടെ പ്രതികാരം. ഹെരോദിയാസിന്റെ ആത്മാവിൽ ഇന്നുമുണ്ട്. യോഹന്നാൻ സുവിശേഷം പറയുന്നു 3:20 കേൾക്കൂ പ്രിയരെ, സ്വന്തം പ്രവർത്തികൾ ദോഷമുള്ളതാണെന്ന് അറിയാവുന്നവർ വെളിച്ചത്തെ, സത്യത്തെ ഭയപ്പെടുന്നു. ആ വെളിച്ചത്തെ കെടുത്താൻ ശ്രമിക്കുന്നതാണ് ഹെരോദിയാസിന്റെ ആത്മാവ്. ഈ രാത്രി കേൾക്കൂ, നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ പ്രസംഗം ജീവനുള്ളതായിരിക്കട്ടെ. നമ്മുടെ പ്രസംഗം ആഴ്ന്നു കത്തുന്ന പ്രസംഗമായി മാറട്ടെ. നമ്മുടെ സുവിശേഷവും നമ്മുടെ ജീവിതവും തികവുറ്റതായി മാറട്ടെ. ഹല്ലേലൂയ. ഒറ്റപ്പെടുത്തലൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാം. പാപത്തിന്റെയും അധർമ്മത്തിന്റെ ശക്തി നമ്മോട് വാദിച്ചേക്കാം. എന്നാൽ ഇന്ന് രാത്രി കേൾക്കൂ പ്രിയരെ, ജീവിക്കുന്നുവെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി എന്ന് എത്ര പേർക്ക് ഉറപ്പോടെ നിന്നുകൊണ്ട് അവരായിരിക്കുന്ന സ്ഥാനത്ത് യേശുവിനെ ഉയർത്താൻ കഴിയും. മതശക്തികൾ വിരോധമായി മാറും. സാമൂഹിക ശക്തികൾ വിരോധമായി മാറും. അധർമ്മത്തിന്റെ ശക്തികൾ വിരോധമായി മാറും. അത് ഇന്ന് തുടങ്ങിയതല്ല, ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ആദിമ സഭയിൽ മാത്രമല്ല, അങ്ങ് ഭൂമിയുടെ ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ തന്നെ തുടങ്ങിയതാണ്. സത്യത്തിന് വിരോധമായി നിൽക്കുന്ന ആത്മാവ്, പരിഹാസത്തിനും ആക്ഷേപത്തിനും മുതിർന്നു നിൽക്കുന്ന കാലഘട്ടം, വിശുദ്ധിയുടെയും ആത്മീയ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവരെ വിവരമില്ലാത്തവരെന്ന് വിളിക്കുന്ന കാലഘട്ടം, വിശുദ്ധിയുടെയും ആത്മീയ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവർ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന, പരിഹസിക്കുന്ന ഒരു കാലഘട്ടം. സ്വോത്രം ചെയ്താണ് എല്ലാവരും ദൈവത്തിന് സ്വോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാവരും ആത്മനിമിഷം ദൈവത്തെ തുതിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഇവിടെ കേൾക്കൂ, യോഹന്നാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ദൈവത്തിന്റെ പ്രവാചകൻ ജയിലിലാകാൻ കാരണം എന്താണ്? നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സത്യമുണ്ട്. ദൈവം ചിലപ്പോൾ തന്റെ വിശുദ്ധന്മാരെ പരീക്ഷിക്കും. ദൈവം ചിലപ്പോൾ തന്റെ വിശുദ്ധന്മാരെ ശുദ്ധീകരിക്കും. ദൈവം ചിലപ്പോൾ തന്റെ വിശുദ്ധന്മാരെ ചരിത്രത്തിന്റെ ഭാഗമാക്കും. അതുകൊണ്ട് തടവറ ഒരു പരാജയമല്ല. വിളിച്ചു പറഞ്ഞാൽ തടവറ ഒരു പരാജയമല്ല, ജയിൽ ഒരു പരാജയമല്ല.
ബൈബിളിലെ തടവറകൾ എന്തുമാത്രമുണ്ട്. യോസഫിന്റെ തടവറ ഒരു പരാജയമായിരുന്നുവോ? യിരെമ്യാവിനെ കുഴിയിൽ വീഴ്ത്തിയത് പരാജയമായിരുന്നുവോ? പൗലോസിനെ ജയിലിലിട്ടത് ഒരു പരാജയമായിരുന്നുവോ? പത്രോസിനെ ബന്ധനത്തിലിട്ടത് ഒരു പരാജയമായിരുന്നുവോ? ഇന്ന് രാത്രി കേൾക്കൂ സ്നേഹിത, തടവറ ഒരു പരാജയമല്ല. ദൈവത്തിന്റെ ദൗത്യം തടവറ കൊണ്ട് അവസാനിക്കില്ല. ദൈവത്തിന്റെ ദൗത്യം തടവറ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയാണ് കേൾക്കാൻ പോകുന്നത് അതിപ്രധാനമായ രഹസ്യം. ഇവിടെ ഈ അരമനയിൽ നടക്കുന്ന എന്താണെന്നറിയാമോ? ഭയങ്കര സംഗീതമാണ്, മദ്യത്തിന്റെ കരകവിഞ്ഞൊഴുകുന്ന അനുഭവമാണ്, നൃത്ത ചുവടുകളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ അതിഥികളാണ് മുഴുവനും. ജഡത്തിലുള്ള ആഘോഷവും ആനന്ദവുമാണ്. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, പുറമെ ഭയങ്കര സന്തോഷമാണ്, പക്ഷേ അകത്ത് ആത്മീയ ഇരുട്ടാണ്. കേൾക്കൂ പ്രിയ സ്നേഹിതര, ഇന്ന് പല ആഘോഷങ്ങളും ദൈവമില്ലാത്ത സന്തോഷമാണ് കാണുന്നത്. ഇന്നത്തെ പല ആഘോഷങ്ങളും വിശുദ്ധിയില്ലാത്ത ആനന്ദമാണ്. ഇന്നത്തെ പല ആഘോഷങ്ങളും നിയന്ത്രണമില്ലാത്ത ശാരീരിക അഭിലാഷങ്ങളാണ്. അതിന്റെ അവസാനം നാശമാണെന്ന് ഒരു സത്യം ഇവിടെ വിളിച്ചു പറയുകയാണ്. ഒരിക്കലും വിശുദ്ധ കാര്യങ്ങൾ ദൈവത്തെ തുടിച്ചാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു വലിയ അതിപ്രധാനമായ സത്യം നിങ്ങളോട് പറയണം. ഇവിടെ സംഭവിക്കുന്ന ഒരു ജന്മദിവസമാണ്, ജന്മദിന വിരുന്നിന്റെ നിമിഷങ്ങളാണ്. എന്തുകൊണ്ട് വിശുദ്ധ ബൈബിൾ ഈ ബർത്ത്ഡേ ദിവസത്തെ ഒരു വല്ലാത്ത വിശേഷ ദിവസമായിട്ട് പലപ്പോഴും കാണാറുണ്ട്. കാരണം യോബ് തന്റെ മക്കളെ എല്ലാം വിളിച്ചു കൂട്ടി ഒരു പ്രാർത്ഥനയും ഒരു കൂട്ടായ്മയൊക്കെ നടത്തിയത് ഒരു വിരുന്ന് ദിവസമായിരുന്നു എന്ന് പഠിപ്പിക്കുന്നു, ഒരു ജന്മദിന ദിവസമായിരുന്നു എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആഘോഷത്തിന്റെ ഒരു ആത്മീയ ഇരുട്ടായിട്ട് പലപ്പോഴും പല വിശേഷങ്ങൾ, വിരുന്നുകൾ മാറാറുണ്ട് എന്നൊരു സത്യമാണ്. ഇവിടെ ഹെരോദ രാജാവിന്റെ ജന്മദിന വിരുന്നിന്റെ സമയം കൊലപാതകത്തിലാണ് അവസാനിച്ചതെന്നുള്ള സത്യം ഓർക്കുക. പുറമെ തിളക്കമുള്ളതാണ്, എന്നാൽ ഉള്ളിൽ കടും ഇരുട്ടായ അനുഭവം. ഇന്ന് രാത്രി കേൾക്കൂ പ്രിയമുള്ളവരെ, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. ഈ വിരുന്ന് വെറും ഒരു ചരിത്ര സംഭവമല്ല, ഇത് ആത്മീയമായ വലിയൊരു മുന്നറിയിപ്പാണ്. ഇതിന്റെ ആഴങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണം. എന്താണ് അവിടെ നടക്കുന്നത്? കൊട്ടാരത്തിന്റെ വലിയ ഹാളിൽ രാജാക്കന്മാർ ഒരു സൈഡിൽ, മറു സൈഡിൽ പ്രഭുക്കന്മാര്, സൈന്യാധിപന്മാര് ഒത്തുകൂടിയിരിക്കുന്നു. അവരെല്ലാം ശാരീരികമായി ഭയങ്കര ആനന്ദത്തിലും ഭയങ്കര ഉത്സാഹത്തിലുമായിരിക്കുന്നു. അവിടെ മുഴങ്ങിയ സംഗീതം കേൾക്കൂ. അവിടെ മുഴങ്ങിയ സംഗീതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സംഗീതമാണ്. മനുഷ്യന്റെ ജഡിക വികാരങ്ങളെ ഉണർത്തുന്ന സംഗീതമല്ലേ അവിടെ മുഴങ്ങിയത്? അവിടെ ഒഴുകിയ മദ്യം, ആ ലഹരി, ഒഴുകുന്ന അവസ്ഥ ഒന്ന് ശ്രദ്ധിക്കൂ. മദ്യം മനുഷ്യന്റെ വിവേകത്തെയല്ലേ ഇല്ലാതാക്കിയത്? ഹെരോദാവിലെ വിവേകത്തെയും നീതിബോധത്തെയും മദ്യത്തിന്റെ ലഹരിയിൽ മുങ്ങിപ്പോയി. അതതിനെ മഹത്വത്തോടെ പഠിക്കണം. ഹലോ, എന്തുവാ സ്നാപയോഹന്നാന്റെ രക്തസാക്ഷിത്വം എന്നൊക്കെ കേട്ടാ പോരാ, അതിന്റെ ആ തനതായ അന്നത്തെ അവസ്ഥയിലേക്കൊന്ന് വരണം. അവിടെ നടന്ന നൃത്തം ശ്രദ്ധിക്കൂ. ഹെരോദിയാസിന്റെ മകൾ സലോമി അവിടെ വന്ന് നൃത്തം ചെയ്യുന്ന രംഗമൊന്ന് ഓർത്തേ. അത് വിശുദ്ധമായ ഒരു നൃത്തമായിരുന്നു. അവിടെ കൂടിയുന്ന പുരുഷന്മാരുടെ കാമക്കണ്ണുകളെ തൃപ്തിപ്പെടുത്തുന്ന ജഡീക മോഹങ്ങളെ ജ്വലിപ്പിക്കുന്ന നൃത്തമല്ലയോ? അവിടെയുള്ള രാഷ്ട്രീയ അതിഥികൾ എങ്ങനെയുണ്ട്? ഗലീലയിലെ അന്നത്തെ പ്രമാണിമാർ, ഗലീലയിലെ അന്നത്തെ ധനികർ, അധികാരമുള്ളവർ, അതിഥികൾ, അവർക്കൊക്കെ ദൈവഭയമുണ്ടോ? ദൈവഭയമില്ലാത്ത, പരസ്പരം പുകഴ്ത്തുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്ന ലൗകിക മനുഷ്യരുടെ കൂട്ടായ്മയല്ലേ കണ്ടത്? കേൾക്കൂ പ്രിയരെ, പുറമെ വലിയ സന്തോഷവും ആത്മവിളി, പ്രകാശവും, ലൈറ്റിംഗ് സെറ്റിംഗ്സും മ്യൂസിക് സെറ്റിംഗ്സും ഒക്കെയാ. പക്ഷെ ആത്മീയമായി കടും ഇരുട്ടല്ലയോ അവിടെ നടന്നത്? ആ ഇരുട്ടാണ് ഒടുവിൽ ഒരു ദൈവ മനുഷ്യന്റെ, ഒരു ദൈവ പുരുഷന്റെ ചിരസറക്കുവാൻ രാജാവിന് ഭ്രാന്തമായ ധൈര്യം നൽകിയത്. രാത്രി കേൾക്കുന്നവൻ എത്ര പേർക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും? ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ ഒരു പ്രത്യേകത. മറ്റു ബൈബിൾ ക്ലാസ് പോലല്ല. ഇതിന് അതിന്റെ തനതായ ആത്മീയ സത്തയിലേക്ക് നമ്മൾ പോകും. അതിന്റെ തനതായ
അന്നത്തെ വാസ്തവമായ സത്യത്തിലേക്ക് നമ്മൾ പോകും. അവിടെ നിന്ന് നമ്മൾ കുതിച്ചുയരുന്ന പുതിയ മുത്തുകളുമായി ജീവിപ്പിക്കുന്ന ദൈവശക്തിയുമായി സ്വഭാവമായിട്ട് നമ്മൾ കയറി വരുന്നത്. ഇന്ന് രാത്രി വിശുദ്ധ കരങ്ങളിൽ ഒരിക്കലും ശക്തിയോടെ ദൈവത്തെ തുതിച്ചാണ്ട് ഹല്ലേലൂയ. ഇത് ഒത്തിരി നിന്ന് ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. എനിക്ക് ഭയങ്കര കൊതിയാ ഈ സ്നാപയോഹന്നാന്റെ രക്തസാക്ഷിത്വം എന്ന ഈ വിഷയത്തെ കുറിച്ച് പ്രസംഗിക്കാൻ. കേൾക്കും, മനുഷ്യൻ പണവും പ്രശസ്തിയും ആഡംബരവും കണ്ട് അതിന് വിജയമാണ്, നേട്ടമാണ്, സന്തോഷമാണ് എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്താണ് അതിന് പറയുന്നത്? ലൗകികത എന്നാണ് പറയുന്നത്, നാശമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ആളുകൾ നൃത്തം ചെയ്ത് ആർത്തു വിളിച്ചപ്പോൾ സ്വർഗം ദുഃഖത്തോടെ ആ കൊട്ടാരത്തിലെ പാവക്കറകളെ നോക്കി കാണുകയാണ്. ജഡത്തിലെ താൽക്കാലിക ആനന്ദം ആത്മീയ മരണത്തിലേക്കുള്ള വഴിയാണെന്ന് ഈ വിരുന്ന് തെളിയിക്കുന്നു. കേൾക്കൂ പ്രിയരെ, ഇന്നത്തെ ലോകത്തെ പഠിക്കുന്ന മോഡേൺ പാരലൽ അവിടെ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഹെരോദായുടെ കൊട്ടാരത്തിലെ ആ വിരുന്ന് ഇന്നും അവസാനിച്ചിട്ടില്ല. ഇന്നത്തെ ആധുനിക ലോകത്തിലും ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവില്ല. ദൈവമില്ലാത്ത സന്തോഷം. ഇന്ന് പല ജന്മദിനങ്ങളും വിവാഹങ്ങളും വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അവിടെ ദൈവത്തിന് സ്ഥാനമില്ല. ദൈവത്തിന് നന്ദി പറയേണ്ട നാളുകളിൽ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്ന് പലരും ചെയ്യുന്നത്. പലരും ഫാഷൻ ഷോയാണ്. എല്ലാവരുടെ സ്വഭാവം ഭയങ്കര വൈരുദ്ധ്യമാണ്. എല്ലാവരും കലങ്ങി മറിഞ്ഞ ദുഃഖ ചിന്തകളാൽ വേരൂന്നിയ സ്വഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പ്രാർത്ഥന എന്ന ഒരു സാന്നിധ്യമുണ്ടോ? ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു സാന്നിധ്യമുണ്ടോ? ഇവിടെ കേൾക്കൂ പ്രിയരെ, ഇന്ന് നമ്മുടെ ചർച്ചുകളിൽ പോലും ആളുകൾ വരുന്നത് വലിയ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് വരുന്നത്. വലിയ വിശുദ്ധിയോടെയാണോ വരുന്നത്? വലിയ ദൈവ ഭയത്തോടെയാണോ വരുന്നത്? ദൈവം ഭാഗ്യ വന്ന് കരയാനാണോ അവര് വരുന്നത്? ഒന്ന് നിന്ന് ചിന്തിക്കൂ പ്രിയ സ്നേഹിത. നമ്മൾ നരകത്തിലേക്ക് പോകരുത്. ഇതിന് തൊട്ട അധ്യായം നരകമാണ് നമ്മൾ പഠിച്ചത്, അല്ലയോ? എത്ര പേർ ഓർമ്മയുണ്ട് ആ നരകത്തിലെ സത്യങ്ങൾ? ഹല്ലേലൂയ. പ്രാർത്ഥനയോട് തുടങ്ങേണ്ടവ പല കാര്യങ്ങളും ഇന്ന് ഹല്ലേലൂയ ആഡംബരത്തോടെ അഹങ്കാരത്തോടെ അവസാനിക്കുന്നു. വിശുദ്ധിയില്ലാത്ത ആനന്ദം, വിനോദങ്ങളുടെയും ആഘോഷങ്ങളുടെയും പേരിൽ അവിശുദ്ധമായ കാര്യങ്ങൾ, പാർട്ടികൾ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, DJ പോലുള്ള സംവിധാനങ്ങൾ, അശ്ലീലത നിറഞ്ഞ നൃത്തങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അത് വളരെ ഭയങ്കര ആനന്ദം ഉളവാക്കുന്നു. കേൾക്കൂ സ്നേഹിത, വിശുദ്ധിയോടെ സന്തോഷിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു സത്യം ഇന്ന് ലോകം മറന്നുപോയിരിക്കുന്നു. ഓ ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് ആത്മഭാരമുണ്ട്? നമ്മുടെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. നമ്മുടെ യുവാക്കന്മാർ മുഴുവൻ വഴിതെറ്റിപ്പോയി. നമ്മുടെ കോളേജില് ക്യാമ്പസിലൊക്കെ ഒന്ന് കടന്നു ചെല്ലൂ, ക്ലബുകളിലൊക്കെ ഒന്ന് കടന്നു ചെല്ലൂ, സ്കൂളുകളിലൊക്കെ ഒന്ന് കടന്നു ചെല്ലൂ. മാതാപിതാക്കളെ, ഇന്ന് അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ നോക്കൂ, അവര് സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കൂ. നമ്മുടെ മാതാപിതാക്കളായ നമ്മൾ ഓർക്കും, അത് കുഞ്ഞുങ്ങളല്ലേ. എന്നാൽ കുഞ്ഞുങ്ങളായത്? നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള കൂട്ടത്തിലുണ്ടോ എന്ന് തപ്പിപ്പിടിക്കൂ, അന്വേഷിക്കൂ. ഇവിടെ ഹെരോദാ രാജാവിന്റെ വിരുന്ന് അവസാനിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് പറയാമോ? വലിയൊരു അട്ടഹാസത്തോടെ നൃത്തം ചെയ്ത മകൾ, പ്രതികാരദാഹിയായ അമ്മ, പാപം മറയ്ക്കാൻ കൊലപാതകത്തിന് ഉത്തരവിട്ട രാജാവ്, താലത്തിൽ ചോരയൊലിക്കുന്ന യോഹന്നാന്റെ തല, ഒരു ജന്മദിന വിരുന്ന് ശ്മശാന തുല്യമായി മാറി. ദൈവമില്ലാത്ത, വിശുദ്ധിയില്ലാത്ത, നിയന്ത്രണമില്ലാത്ത ഏതൊരു ആഘോഷത്തിന്റെ അവസാനം ഇതാണ്. രക്ഷിക്കപ്പെട്ട പ്രിയരെ, സ്നാനമേറ്റ പ്രിയരെ, അഭിഷേകം പ്രാപിച്ച പ്രിയരെ, നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന കൂട്ടായ്മയിൽ എങ്ങനെയുണ്ട്? സന്തോഷമുണ്ടോ? ആമേ പള്ളി പോയി ഇരിക്കുന്നത് മുട്ടിന്മേലിരുന്ന് കരയാനാണോ, ഉറങ്ങാനായിരുന്നോ? അതോ അപ്പുറത്തും ഇപ്പുറത്തും നോക്കി ആൾക്കാരെ മുഴുവൻ വിലയിരുത്തിയിട്ട് വീട്ടിൽ കടന്നു വന്ന് കുറ്റം പറയുകയാണോ? ഒന്ന് സ്വയം ശോധനയിലേക്ക് വരൂ. നമ്മുടെ ആത്മാവ് നശിച്ചു പോകല്ലേ. ഹല്ലേലൂയ. ഇവിടെ താൽക്കാലികമായി വലിയ സന്തോഷം തരുമെന്ന് തോന്നുമെങ്കിലും ആത്മീയ മരണത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു. ദൈവവചനം എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? ജഡത്തിന്റെ വിരുന്നുകളിലല്ല,
മറിച്ച് ദൈവത്തിന്റെ സന്നിധിയിലെ വിശുദ്ധിയിലാണ് യഥാർത്ഥ സന്തോഷം അടങ്ങിയിരിക്കുന്നത്. വിശുദ്ധ കരങ്ങളിൽ രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരു അല്പനിമിഷത്തെ ജഡസന്തോഷത്തിന് വേണ്ടി നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ആത്മാവ് നശിക്കുകയാണ്, നമ്മുടെ കുടുംബം നശിപ്പിക്കപ്പെടുകയാണ്, നമ്മുടെ ശുശ്രൂഷകളെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ നശിപ്പിക്കുന്ന അനേക പാരമ്പര്യത്തിന്റെ പൈശാചികത്തിന്റെയും ഈ ലോകത്തിന്റെ തിന്മയുടെയും ശക്തി തകർത്തു വാഴുമ്പോൾ രക്ഷപ്പെടുവാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് കരയാൻ കഴിയും, പ്രാർത്ഥിക്കാൻ കഴിയും? ശുദ്ധകരങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. തല കേവലം ഒരാത്മീയ അവയവമല്ല, അതിന് വലിയ ആത്മീയ പ്രതികാത്മകതകളുണ്ട്. ഒരു നിമിഷം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. തല കേവലം ഒരു അവയവമല്ല തല, അതിന് വലിയ ആത്മീയ പ്രതികാത്മകതയുണ്ട്. യോഹന്നാനെ കുറിച്ച് പറയുന്നത് ആ തല അധികാരത്തിന്റെ ശബ്ദമായിരുന്നു. അധികാരത്തിന്റെ, പാപത്തിനെതിരെ വിരൽ ചൂണ്ടിയ ശബ്ദമായിരുന്നു. അവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമായിരുന്നു. യോഹന്നാന്റെ തല എന്ന് പറയുന്നത് അധികാരത്തിന്റെ തലയാണ്, ദൈവ ശബ്ദത്തിന്റെ തലയാണ്. പാപത്തിനെതിരെ വിരൽ ചൂണ്ടിയ ശബ്ദം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. ആ ശബ്ദത്തെ എന്നേക്കുമായി നിശബ്ദമാക്കുവാൻ ശത്രു പ്രവർത്തിച്ച ലക്ഷ്യം വളരെ വലുതാണ്. ഈ രാത്രി കേൾക്കൂ പ്രിയമുള്ളവരെ, ശത്രു യോഹന്നാന്റെ ശരീരം ഇല്ലാതാക്കിയേക്കാം, അവന്റെ ശബ്ദം ഇന്നും ബൈബിളിലൂടെ വിശ്വാസികളിലൂടെ ജീവിക്കുന്നു. ഇന്ന് ഞാൻ രാത്രിയിൽ പ്രസംഗിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ രക്തസാക്ഷിത്വം വിളിച്ചു പറയുമ്പോൾ എന്റെ ഉള്ളം ധൈര്യപ്പെടുന്നു. കാരണം സത്യം സംസാരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന്. ഇന്ന് രാത്രി സത്യം പറയുവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? സത്യം പറയാൻ ധൈര്യമുള്ളവർ കരങ്ങളിൽ ദൈവത്തെ ചോദിച്ചാട്ടെ. സാത്താൻ എപ്പോഴും വലിയ ആയുധങ്ങളായിട്ടൊന്നും വരണമില്ല. അവൻ വളരെ തന്ത്രപരമായിട്ടാണ് മനുഷ്യനെ വീഴ്ത്തുന്നത്. ഹെരോദാവിനെ വീഴ്ത്താൻ സാത്താൻ വലിയൊരു യുദ്ധമൊന്നും നടത്തിയിട്ടില്ല. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഹാലേലൂയ, താൽക്കാലികമായി ആഘോഷങ്ങളും നൃത്തവുമായിട്ട് സാത്താൻ വരും. സദസ്സിലിരിക്കുന്ന പ്രമുഖരുടെ മുൻപിൽ താൻ കൊടുത്ത വാക്കു തെറ്റിച്ച നാണക്കേട് ഉണ്ടാകുമോ എന്ന ചിന്ത ഹെരോദാവിനെ ഭയപ്പെടുത്തി അഭിമാന പ്രശ്നം അങ്ങനെ സാത്താൻ പ്രവർത്തിച്ചു. സ്വന്തം സ്ഥാനവും അന്തസ്തും നിലനിർത്താൻ വേണ്ടിയുള്ള വ്യഗ്രത അങ്ങനെ സാത്താൻ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഹെരോദാവ് യുദ്ധക്കളത്തിൽ വാളുകൊണ്ട് വീണവനല്ല. അവൻ വീണത് സ്വന്തം ഉള്ളിലെ ജഡമോഹങ്ങളും സ്വന്തം ഉള്ളിലെ അഹംഭാവം നിമിത്തമാണ്. ഏറ്റവും വലിയ ശത്രു പലപ്പോഴും പുറത്തല്ല പ്രിയ സഹോദര, ഏറ്റവും വലിയ ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. എല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ മനസ്സാക്ഷി നമ്മുടെ കാര്യം അറിയാം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട് നമ്മുടെ മനസ്സാക്ഷി ഇപ്പൊ എങ്ങനെയുണ്ട്? നമ്മളെ കുറ്റപ്പെടുത്തുന്നുണ്ടോ? നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടോ? നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടോ? അവനെ മറച്ചു വെച്ച് ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല. അവൻ മരിക്കത്തില്ല, അവൻ ഉണർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ മനസ്സാക്ഷി എന്നൊരു സത്യം ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും അല്പനിമിഷങ്ങൾ കരങ്ങളെ തട്ടിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. മറ്റുള്ളവരെ നമുക്ക് മറയ്ക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഗൂഢാലോചന ചെയ്യാം, ഒരുപാട് നിരപരാധികളെ ഇല്ലാതാക്കാം. ഹല്ലേലൂയ. എന്നാൽ മനസ്സാക്ഷി മരിക്കത്തില്ല, മനസ്സാക്ഷി വേട്ടയാടും. ഈ രാത്രി ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കൂ. നമുക്ക് യഥാർത്ഥമായ ഒരു മാനസാന്തരം ഉണ്ടാകണം, യഥാർത്ഥമായ ഒരു വിശുദ്ധ ജീവിതം ഉണ്ടാകണം. സത്യം സംസാരിക്കാൻ നമുക്ക് കഴിയണം, അതിനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാകണം. ഒറ്റപ്പെട്ടാലും സത്യം പറയണം, ദൈവത്തിന്റെ ഹൃദയം വഹിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.